വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആൻഡ് ഡിസൈനിങ് വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1.5 കപ്പ് മൈദ, അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊരു 3 പ്രാവശ്യം സീവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നൊരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 6 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് 1.5 ടീസ്പൂൺ വനില എസൻസും 1/4 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റായി വരുന്നതിനനുസരിച്ച് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ എഗ് മിക്സിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ് മിക്സ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലോവർ സ്പീഡിൽ ഇട്ടതിന് ശേഷം 6 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓവർ ബീറ്റ് ആവാതെ നമ്മുടെ ബീറ്റർ ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂടെ തന്നെ 9 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 9 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അതൊരു 1.5 കപ്പ് എടുത്തിട്ട് നന്നായി നല്ല സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 kgയുടെ ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കാരമൽ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പ്രളൈനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സ് കൂടെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ച് മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബട്ടർ സ്കോച്ച് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എസൻസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്രീമിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ഞാനൊരു വലിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് റൈറ്റിങ്സിന് വേണ്ടിയിട്ട് സെൻട്രൽ പോർഷനിൽ ചെറിയൊരു മാർക്ക് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രളൈൻ കേക്കിൻ്റെ അടിവശത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ വെച്ചിട്ടാണ് കേട്ടോ പേര് എഴുതിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പോർഷനിൽ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് എഡിബിൾ ബട്ടർഫ്ലൈസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.